ഭാര്യ ലേബർ റൂമിലായിരിക്കെ കൂട്ടിനെത്തിയ കുട്ടിയെ ബലാത്സംഗം ചെയ്ത പ്രതിക്ക് തടവ് ശിക്ഷ 12 വർഷം കഠിന തടവിനും 1,10,000 രൂപ പിഴയടക്കാനുമാണ് വിധിച്ചത്. സ്വർണ്ണ കച്ചവടക്കാരനായ ചെറുതുരുത്തി പള്ളം ആറ്റൂർ കണ്ടംപുള്ളി വീട്ടിൽ സുരേഷിനെയാണ് കുന്നംകുളം പോക്സോ കോടതി ജഡ്ജി എസ് ലിഷ ശിക്ഷിച്ചത്. 2008 കേസിനാസ്പദമായ സംഭവം നടന്നത്. ഭാര്യയെ പ്രസവ ചികിത്സക്കായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത സമയം പരിചരിക്കാനെത്തിയ പ്രായപൂർത്തിയാകാത്ത കുട്ടിയോടാണ് സുരേഷിന്റെ ക്രൂരത. കുട്ടിയെ വിവിധ ഇടങ്ങളിൽ വെച്ച് ബലാത്സംഗം ചെയ്തതായാണ് റിപ്പോർട്ട്. ഭാര്യയെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയ സമയം ആശുപത്രി റൂമിൽ വെച്ചും 2012 കോയമ്പത്തൂരിലുള്ള വീട്ടിൽ വെച്ചും 2019 ഡിസംബറിൽ പള്ളത്തുള്ള പ്രതിയുടെ വീട്ടിൽ വെച്ചും ബലാത്സംഗം ചെയ്തു. ആദ്യത്തെ ബലാത്സംഗം മൊബൈൽ ഫോണിൽ പകർത്തിയിട്ടുണ്ടെന്നും പുറത്തു പറഞ്ഞാൽ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഇടയിൽ പ്രചരിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയാണ് പ്രതി പലതവണയായി കുട്ടിയെ ദുരുപയോഗം ചെയ്തത്. സംഭവം അറിഞ്ഞ ഭാര്യ പ്രതിയായ ഭർത്താവിനെതിരെ കുടുംബ കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അതിജീവിതയെയും ഭാര്യയെയും കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തി. തുടർന്ന് 2021 ജനുവരിയിൽ എരുമപ്പെട്ടി പോലീസിൽ നൽകിയ പരാതിയിലാണ് പ്രതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. അതേസമയം കുന്നംകുളം പോക്സോ കോടതി വിചാരണയ്ക്കിടെ പ്രതിഭാഗം വിവിധ കാരണങ്ങൾ പറഞ്ഞ് വാദിയുടെ കുടുംബത്തെ സമ്മർദ്ദത്തിലാക്കി ഒത്തുതീർപ്പിനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോക്സോ കോടതിയിലെ വിചാരണ നീട്ടിവെക്കാൻ ഹൈക്കോടതിയിലും തുടർന്ന് സുപ്രീം കോടതിയിലും ഹർജി നൽകിയെങ്കിലും 2 കോടതികളും തള്ളുകയായിരുന്നു. പ്രതിയോട് പോക്സോ കോടതിയിൽ വിചാരണ നേരിടണമെന്ന് ഉത്തരവിട്ടിരുന്നു. തുടർന്നുള്ള വിചാരണക്കൊടുവിലാണ് പ്രതിയെ ശിക്ഷിച്ചത്. കേസിൽ 16 സാക്ഷികളെ വിസ്തരിക്കുകയും തെളിവുകൾ ഹാജരാക്കുകയും ചെയ്തു. സമാനമായി ഭിന്നശേഷിക്കാരിയായ 20-കാരിയെ പീഡനത്തിനിരയാക്കിയ ഓട്ടോറിക്ഷ ഡ്രൈവർ അറസ്റ്റിലായിട്ടുണ്ട്. തിരുവനന്തപുരം വട്ടപ്പാറ സ്വദേശി ഷോഫിയാണ് വട്ടപ്പാറ പോലീസ് അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയുടെ അകന്ന ബന്ധുവായ ഇയാൾ കുട്ടിയെ ഭീഷണിപ്പെടുത്തി പീഡനത്തിനിരയാക്കുകയായിരുന്നു. ഈ പരിചയം മുതലെടുത്തായിരുന്നു ഇയാളുടെ ക്രൂരതയും. പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ച് സമീപത്തുള്ള ഇയാളുടെ വീട്ടിലെത്തിച്ച് പലതവണ പീഡനത്തിനിരയാക്കി. വിവരം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് പ്രതി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. കുട്ടിയുടെ മാതാപിതാക്കൾ ജോലിക്ക് പോകുന്ന സമയത്തായിരുന്നു പീഡനം. പ്രതി പെൺകുട്ടിയെ ഓട്ടോയിൽ സ്ഥിരം കൊണ്ടുപോകാറുണ്ടെന്ന് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ ചിലർ പഞ്ചായത്ത് മെമ്പറിനെ വിവരമറിയിച്ചു. തുടർന്ന് വട്ടപ്പാറ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ മൊഴിയും കേസിൽ നിർണായകമായി. കോടതിയിൽ ഹാജരാക്കിയ പ്രതി റിമാൻഡിലാണ്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.